പാഠപുസ്തകം നേരത്തെ വിതരണം ചെയ്യുന്നതിനെ അവഹേളിച്ച രമേശ് ചെന്നിത്തല. പുസ്തക വിതരണം നേരത്തെ നടത്തുന്നത് തുഗ്ലക് പരിഷ്കാരം. പുസ്തകം നേരത്തെ കൊടുക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ലെന്നും എഴുത്തോലയിൽ എഴുതി പഠിച്ച കാലം നാട്ടിലുണ്ടായിരുന്നുവെന്നും ചെന്നിത്തലയുടെ വിചിത്രവാദം. എന്തെല്ലാം തുഗ്ലക് പരിഷ്കാരം ആളുകളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ പുസ്തകം നേരത്തെ അടിച്ചത്. പുസ്തകം ടെക്സ്റ്റ് ബുക്ക് പ്രിന്റ് നമ്മുടെ തൃക്കാക്കരയിൽ പ്രൊഫസർ അവിടെ അടിക്കുന്നതാണ്. അതെന്താ വലിയ ഭരണ നേട്ടമാണ്. കേരളത്തിൽ നേരത്തെ പുസ്തകം കൊടുക്കുന്നില്ലേ? ആദ്യമായിട്ടാണ് പുസ്തകം കൊടുക്കുന്നത്. പണ്ടൊക്കെ എഴുത്തോലയിലായിരുന്നു കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഷാജഹാൻ കൂടി വിവരങ്ങളുമായി ചേർന്നിട്ട്. ഷാജഹാൻ, നോക്കൂ, പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം ചരിത്രം കുറിക്കുകയാണ്. സ്കൂൾ തുറക്കുന്നതിന് 3 മാസം മുൻപാണ് വിദ്യാർത്ഥികളുടെ കൈകളിലേക്ക് പാഠപുസ്തകം എത്തുന്നത്. ആ സമയത്താണ് മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം എത്തുന്നത്. പുസ്തക വിതരണം നേരത്തെ നടത്തുന്നത് തുഗ്ലക് പരിഷ്കാരം എന്നാണ് ചെന്നിത്തലയുടെ വിചിത്രവാദം, അല്ലേ? തീർച്ചയായിട്ടും അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നതിന് ഇപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 10ാം ക്ലാസ്സിലേക്ക് എത്തുന്നതിന് മുൻപ്, അല്ലെങ്കിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 9ാം ക്ലാസ്സിലേക്ക് എത്തുന്നതിന് മുമ്പ് ആര് ജയിച്ചു ആര് തോറ്റു ഇതൊക്കെ എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്? അത് മന്ത്രി ശിവൻകുട്ടിയാണോ നേരത്തെ തീരുമാനിക്കുന്നത്? അങ്ങനെ നേരത്തെ പുസ്തക വിതരണം നടത്തുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടമായിട്ട് കാണാൻ സാധിക്കില്ല. ഈ തുഗ്ലക് പരിഷ്കാരമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെയും പാഠപുസ്തക വിതരണം നടന്നിട്ടുണ്ട്. ഇന്ന് മുൻ മന്ത്രിസഭയുടെ കാലത്തൊക്കെ, അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സർക്കാരിൻ്റെ കാലത്തൊക്കെ തന്നെ പാഠപുസ്തക വിതരണം നേരത്തെ നടന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെ പാഠപുസ്തക വിതരണം നേരത്തെ നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വിദ്യാഭ്യാസ മേഖലയിൽ അതൊരു പരിഷ്കാരമായിട്ട് എങ്ങനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ചോദിക്കുന്നത്. ആര്യ, തീർച്ചയായും മുൻപ് UDF സർക്കാരിന്റെ കാലത്ത് ഒരു വിദ്യാഭ്യാസ മന്ത്രി ഉണ്ടായിരുന്നു. അന്ന് ആ വിദ്യാഭ്യാസ മന്ത്രിയുടെ നയങ്ങളും നടപ്പിലാക്കിയ പദ്ധതികളും ഒക്കെ കേരളം ധാരാളം കണ്ടതാണ്. അതുകൂടി രമേശ് ചെന്നിത്തല ഓർക്കേണ്ടതായിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും നമുക്കറിയാം, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ് പാഠപുസ്തക വിതരണം വൈകിയതിനെ തുടർന്ന് ഓണപ്പരീക്ഷ പോലും നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി. അത് ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായതെന്നുള്ളൊരു വിശദീകരണം പോലും അദ്ദേഹം പിന്നീട് നൽകുന്ന ഒരു സാഹചര്യമുണ്ടായി. മാത്രവുമല്ല, പല ഘട്ടങ്ങളിലും കുട്ടികൾക്ക് കൃത്യമായിട്ട് പാഠപുസ്തകം ലഭിക്കാത്തതിനെ തുടർന്ന് പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇതിന് മുൻപിലത്തെ, അതായത് 10 വർഷം മുൻപുള്ള സർക്കാരിൻ്റെ കാലത്തുണ്ടായി. അത്തരം ഒരുപാട് പരാജയങ്ങൾ അന്നത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നിട്ടുണ്ട്. യാതൊരുവിധ പരിഷ്കരണങ്ങളും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അന്ന് വിദ്യാഭ്യാസ മേഖലയിൽ ഒട്ടനവധി സമരങ്ങൾ വിദ്യാർത്ഥികൾക്ക് നടത്തേണ്ടി വന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു സമരം, ഇപ്പോൾ നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ഇന്നിപ്പോൾ കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ, KSU ആണെങ്കിലും SFI ആണെങ്കിലും നടത്തുന്ന ഒരു സാഹചര്യം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. അതിപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാഭ്യാസ മേഖലയിലെ മന്ത്രി കൈക്കൊണ്ടിട്ടുള്ള, അല്ലെങ്കിൽ സർക്കാർ നടത്തിയിട്ടുള്ള നേട്ടങ്ങൾ തന്നെയാണ്. അതിനെ അദ്ദേഹം വില കുറച്ച് കാണിക്കാനാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ്, ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, കാര്യം പാഠപുസ്തക വിതരണം നേരത്തെ നടത്തിയത് കൊണ്ട് മാത്രം അത് വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടമായി കാണാൻ സാധിക്കില്ല. ഒരു തുഗ്ലക് പരിഷ്കാരമായിട്ട് മാത്രമേ അതിനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.